അയ്യോ, എത്ര അസൈൻമെന്റ് ചെയ്താലും ഈ ഒരു പ്രീ പാക്കിംഗ് ആൻസൈറ്റി എന്നെ വിട്ടു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. സോ ഹിയർ ഞാനപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട് അതൊരു കണ്ടന്റ് ആക്കിക്കൂടാ എന്ന്. റൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ എൻ്റെ പ്രീ പാക്കിംഗ് 5 months to 6 months കോൺട്രാക്റ്റിന് എന്തൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യാറ് എന്നുള്ള എൻ്റെ വീഡിയോ ആണ്. ആൻഡ് ഒരൊറ്റ വീഡിയോയിൽ ഞാൻ എല്ലാം വെളുപ്പിച്ച് നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സോ വാട്ട് ഐ തോട്ട്, ഞാനൊരു 4 or 5 സീരീസ് പോലെ എപ്പിസോഡ്സ് ആയിരുന്നു അങ്ങനെ ആക്കാന്ന് വെച്ചു. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് പാർട്ട്. ആൻഡ് ഇതില് എസെൻഷ്യൽസ്, നമുക്ക് കൊണ്ടുപോകാനുള്ളതിൽ എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫസ്റ്റ് ടൈം ആസ് എ കാഡറ്റ് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ യു ആർ എ പേഴ്സൺ ഹു കീപ്സ് forgetting something all the time when you go for an assignment, I hope this video will save you. So what I usually do is, ഞാൻ ബുക്കിൽ ഇങ്ങനെ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഫിസിക്കലി ഒരു ചെക്ക് ലിസ്റ്റ് ആക്കി വെച്ചിട്ടാണ് ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യാറ്. എന്നാലും ഞാൻ മറക്കാറുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ഈവൻ യൂണിവേഴ്സൽ അഡാപ്റ്റർ മറന്നിട്ടുണ്ടായി. ഈവൻ ഫേസ് വാഷ് എടുക്കാൻ ഞാൻ മറന്നു. അത് ലാസ്റ്റ് ഡേ പാക്ക് ചെയ്തിട്ട് ഞാനായിട്ട് തന്നെ എടുത്ത് പുറത്ത് വെച്ചു. സോ essential തന്നെ നമുക്ക് we can subcategorize into personal hygiene stuffs and a few of the practical things. Personal hygiene stuffs ഇതേപോലെ ബോഡി വാഷ്, മോയ്സ്ചറൈസർ, ഷാംപൂ, കണ്ടീഷണർ, ഫേസ് വാഷ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പേഴ്സണൽ ഹൈജീനില്. ആൻഡ് ഈ ഒരു സാധനം ഇത് ലൈഫ് സേവിങ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ മസ്റ്റ് ടേക്ക് വെൻ യു ഗോ ഫോർ എൻ അസൈൻമെന്റ്. എസ്പെഷ്യലി നമുക്കൊരു വിന്റർ ഏരിയാസിലൊക്കെ പോകുന്നു, നല്ലോണം തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നോടത്തേക്ക് ലിപ് ബാം ഇസ് എ മസ്റ്റ്. ഇറ്റ് വിൽ സേവ് യുവർ ലൈഫ് 100 times. ബെറ്റർ ഒരു 2-3 മിനിമം 2 മേടിച്ചു കൊണ്ടുപോകുക. ബിക്കോസ് എപ്പോഴും ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും. താഴെ വീഴ്, പൊടിയിൽ വീഴ്, എന്തെങ്കിലുമൊക്കെ ആയി സാധനം പോകും. അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് 2-3 എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ പെർഫ്യൂംസ്, പേഴ്സണൽ പ്രോഡക്ട്സ്. ആൻഡ് ഫോർ ഗേൾസ് ഞാൻ പറയുകയാണെങ്കിൽ ഐ വുഡ് ബെറ്റർ സേ സ്വിച്ച് ടു മെൻസ്ട്രുവൽ കപ്സ് rather than ഇപ്പോൾ സാനിറ്ററി നാപ്കിൻസിനെക്കാട്ടിലും കൂടുതൽ കുറച്ചുകൂടി എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് മെൻസ്ട്രുവൽ കപ്സ് ആണ്. അപ്പോൾ മെൻസ്ട്രുവൽ കപ്സ് ആണ് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പീരീഡ് സ്റ്റഫ്സ് എടുക്കണം നമ്മൾ. And what else? Hairbrush, roll-on, nail cutter മറക്കണ്ട. ആൻഡ് ഇപ്രാവശ്യം എൻ്റെ ഷിപ്പിന്റെ റൂട്ട് വരുന്നത് ചൈന, സൗത്ത് കൊറിയ, USA ആൻഡ് കാനഡയാണ്. സോ USA ആൻഡ് കാനഡ മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു വിന്റർ സീസണിൽ ഞാൻ ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന കാരണം ഞാൻ ഹാൻഡ് ക്രീം എടുത്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ബോട്ട് സം വിന്റർ സോക്സ് മേടിച്ചിട്ടുണ്ട്. മറ്റേ മഫ്ലറും ഗ്ലൗസും ഒക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇൻ കേസ്. ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ ഫേസിനും ബോഡിക്കും, ലിപ് ബാം. ഈ ഒരു കോൾഡ് ഏരിയയിലേക്ക് പോകുന്ന എല്ലാവർക്കും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ 3 ബോഡി ലോഷൻ, ഫേസ് മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം. ഇത് 3 ഒരിക്കലും മറക്കരുത്. കാരണം നല്ലോണം ഡ്രൈ ആവും നമ്മുടെ സ്കിന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നമ്മൾ നല്ലോണം ഡ്രൈ ആവും. ലൈക്ക് ഇതാണ് എസെൻഷ്യലി വരുന്നത്. പിന്നെ ഐ ഓൾവേസ് ക്യാരി അലാം ക്ലോക്ക് വിത്ത് മീ. എല്ലാ ഷിപ്പിലും ക്യാബിന്റെ ക്ലോക്ക് ഉണ്ടാകാറില്ല. എനിക്ക് ആകെ കൂടെ ഒരേ ഒരു ഷിപ്പിൽ മാത്രമേ, 3 ഷിപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരേ ഒരു ഷിപ്പിൽ മാത്രമേ എനിക്ക് ക്യാബിന്റെ ക്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ. പ്ലസ് ഞാൻ ഫോണിൽ ഞാൻ ഓട്ടോമാറ്റിക് ടൈമർ വെക്കാറുണ്ട്. ഞാൻ ഡുവൽ ടൈം ആക്കിയിടും. ഇന്ത്യയിലെ ടൈം പിന്നെ നമ്മളെല്ലാം സ്വന്തം ടൈം ആക്കിയിടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആക്കിയിട്ടെങ്കിലും നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ഇന്ത്യയിലെ ടൈം അഡ്ജസ്റ്റ് ആയി പോകുന്ന ഞാൻ ഓട്ടോമാറ്റിക് ആക്കാം. പക്ഷേ ഒരു അലാം കേസ് എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. ഇതിൽ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഡേറ്റ്, ടെമ്പറേച്ചർ സെൻസർ ഒക്കെ ഉണ്ട് തോന്നുന്നു. ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗ്രാബ് ചെയ്തത് തോന്നുന്നു ഇത്. പിന്നെ വാട്ടർ ബോട്ടിൽസ്. So this I grabbed so that
ബോയിലർ ഷീറ്റിലെ പോക്കറ്റിലേക്ക് ഫിറ്റ് ആവുന്ന പോലെ ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുറെ കാർഗോ ഹോളിൽ കയറി ഇറങ്ങുന്ന നേരത്ത് നമുക്ക് വെള്ളം ദാഹിക്കുമ്പോൾ എല്ലാ വട്ടവും റൂമിൽ വന്ന് കുടിക്കാൻ പറ്റില്ല. സോ ഇത് ഒരു ചെറിയൊരു വാട്ടർ ബോട്ടിൽ ഏറ്റവും ഹാൻഡി ആയിരിക്കും. ആൻഡ് ഇതൊരു ക്യാബിനിലേക്ക് ഈ ഒരു ബോട്ടിലും കൂടി ഉണ്ട്. 2 ബോട്ടിൽ ക്യാബിനിൽ വെക്കാൻ, ഫിൽ ചെയ്ത് വെക്കാൻ, ആവശ്യത്തിന് എടുത്ത് കുടിക്കാമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് എസെൻഷ്യലിൽ വരുന്നത്. സോ ഇനി അടുത്ത പാർട്ടില് ഐ ആം പ്ലാനിങ് ടു ഡു ഡോക്യുമെന്റ്സ്. അങ്ങനെ പാർട്ടായിട്ട് ഡോക്യുമെന്റ്സ്, പിന്നെ ക്ലോത്തിങ്സ്, ലൈക്ക് എന്തൊക്കെ ക്ലോത്ത്സ് എടുത്തിട്ട് പോകണം എന്നുള്ളത് അതൊന്ന്. പിന്നെ ലാസ്റ്റ് വന്നില് ഹോം സിക്നെസ് മാറ്റാനുള്ള സാധനങ്ങളാണ്. ഫുഡ് ഓഫ് കോഴ്സ്. യാ, അപ്പൊ സ്റ്റേ ട്യൂൺ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇതിന്റെ ലിസ്റ്റ് ഞാൻ ഇടാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് സ്ക്രീനിൽ ഒരു വൺ ടൈം ഒരു ഫ്യൂ സെക്കൻഡ്സിന് വേണ്ടി ഞാൻ കാണിച്ചു എന്തൊക്കെയാണ് എസെൻഷ്യൽ കാറ്റഗറിയിൽ ഞാൻ കൊണ്ടുപോകുന്നത്. ഒരു കാര്യമല്ലേ ഇത്, ലൈക്ക് ഗേൾസിന്റെ ലൈഫ് സേവർ ആണ്. ഹെയർ ടൈസ് ഞാൻ ഒരുപാട് എടുത്ത് കൊണ്ടുപോകാറുണ്ട്. കാരണം ഡെയിലി ഞാൻ ഓരോന്ന് വെച്ചിട്ട് എവിടെ പോകാൻ അറിയില്ല. എന്റെ തലയിലുണ്ടാവും അല്ലെങ്കിൽ ക്യാബിലുണ്ടാവും, പക്ഷെ എവിടെ വെച്ച് തപ്പിയാൽ ഈ സാധനം കിട്ടാറില്ല. പിന്നെ ഒരു ചെറിയ സിസേഴ്സ്, പിന്നെ ഈ ക്ലിപ്സ് ഇല്ലേ, ഇത് കണ്ടോ? ഇത് നമ്മുടെ പാക്കറ്റ്, ഇപ്പൊ എന്തെങ്കിലും ചിപ്സിന്റെ പാക്കറ്റ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടിരിക്കും. സോ ഇത് ഞാൻ എടുത്ത് കൊണ്ടുപോകാറുണ്ട്. പിന്നെന്താ, പിന്നെ LED ലൈറ്റ് ഉണ്ട്. യാ, വൺ ഓഫ് ദി അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദിസ്. ഒരു സൂചിയും ഒരു നൂലും എപ്പോഴും കയ്യിൽ വെച്ചുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരാന്നറിയാം, താൽക്കാലികമായിട്ടാണ്. അപ്പൊ ഒരു സൂചി ഒരു നൂല് ബേസിക്കലി ബ്ലാക്കോ വൈറ്റോ ഒരു കോമൺ കളർ എടുത്ത് വെച്ചാൽ മതി. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. എനിക്കിതുവരെ വന്നിട്ടില്ല, ബട്ട് ഐ ഹാവ് സീൻ ലൈക്ക് കുറെ പേര് ഷിപ്പിൽ ബോയിലറൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറുമ്പോൾ തുന്നി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ബേസിക്സിൽ വരുന്നത്. സിസേഴ്സ്, നെയിൽ കട്ടേഴ്സ് മറക്കണ്ട. ഓക്കെ, ഇപ്പൊ അടുത്ത വീഡിയോസിൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്നുള്ളത് ഡോക്യുമെന്റ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ.